അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ജയത്രി വിളവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് മാസ്ക്ഡ് ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ചിരുന്ന് കാണുക. നമുക്കിത് ഫോണിലൂടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് myAadhar.uidai.gov.in എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കയറി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പറഞ്ഞു തന്ന പോലെ വെബ്സൈറ്റിൻ്റെ പേര് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വന്നതിന് ശേഷം ഇങ്ങനെ ഫിംഗർ പ്രിൻ്റൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ ഞെക്കണ്ട, അതിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഞെക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് എൻ്റർ ആധാർ കാർഡ് നമ്പറും അതേപോലെ എൻ്റർ ക്യാപ്ചയും കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്യാപ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ എഴുതി കാണിക്കുന്നതാണ്. NEBH8 എന്നുള്ളത് ഈ എൻ്റർ ക്യാപ്ചയിൽ എൻ്റർ ചെയ്താൽ മതി. അതേപോലെ ആദ്യം എൻ്റെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാണ്. എന്നിട്ട് അതിന് താഴെ ലോഗിൻ വിത്ത് OTP എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ വരേണ്ടതാണ്. മെസ്സേജ് വന്നു. അപ്പം അതിനകത്തുള്ള OTP നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടെ ലോഗിൻ കൊടുക്കുക. അപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ അതൊക്കെ മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൽ മാറ്റം വരുത്താം. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേണ്ടത് മാസ്ക്ഡ് ആധാർ കാർഡാണ്. അപ്പോൾ ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പം നമുക്ക് അതിനകത്ത് ഡു യു വിത്ത് എ മാസ്ക്ഡ് ആധാർ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ കോളത്തിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുക്കാൻ നേരത്തെ അടിയിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഒരു നീല കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. ഇതൊക്കെ തന്നെയാണെന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആധാർ കാർഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. PDF ഓപ്പൺ ആക്കുക. അപ്പോൾ എൻ്റർ പാസ്വേഡ് കാണിക്കും എൻ്റർ ചെയ്യാൻ. അപ്പം ഇതിനകത്ത് പാസ്വേഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ഉദാഹരണത്തിന് എൻ്റെ പേര് ജില്ലു എന്നാണ്. അപ്പോൾ ജില്ലു എന്ന് വരുമ്പം 5 അക്ഷരങ്ങളാണ് ഉള്ളത് ജില്ലു എന്നുള്ള പേരിൽ. അപ്പം 4 അക്ഷരങ്ങൾ എഴുതുക. ആദ്യത്തെ 4 അക്ഷരങ്ങൾ എഴുതിയതിന് ശേഷം സ്പേസ് ഇല്ലാതെ നിങ്ങൾ ജനിച്ച വർഷം ഏതാണോ അത് എഴുതുക. ഇപ്പം നമ്മുടെ മാസ്ക്ഡ് ആധാർ കാർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ആധാർ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു പാസ്പോർട്ട് സൈസ് പോലെ പാൻ കാർഡ് പോലെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഇത് ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഡോക്യുമെൻ്റ് കൊണ്ട് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ ഡോക്യുമെൻ്റ് കൊണ്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പാസ്വേഡ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.